എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? പ്രേമം എന്ന് പറയുന്നത് എന്താണ്? സ്നേഹം എന്താണ്? അല്ലേ? ലവ് ആൻഡ് ലൈക്ക് എന്ന് പറയുന്ന പോലെ ഇതിലൊക്കെ ഓരോരോ ഡെഫിനിഷൻ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമോ? കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇതിനൊരു ഡെഫിനിഷൻ പറയുന്നത്, അല്ലേ? പക്ഷെ പ്രേമത്തിന് പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു ഡെഫിനിഷൻ കാണും. അതങ്ങനെ നിൽക്കട്ടെ. ഞാൻ എൻ്റെ ഡെഫിനിഷനൊന്നും കണ്ടുപിടിക്കുന്നില്ല. ഞാനതിനെക്കുറിച്ച് പറയാനും ആളല്ല. എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഇപ്പോൾ സ്നേഹമെന്ന് പറയുന്നത് ആർക്കും ആരോടും തോന്നാം. പ്രേമമെന്ന് പറയുന്നതിനും അങ്ങനെ തന്നെയല്ലേ ഫീല്. ആർക്ക് വേണമെങ്കിലും ആരോടും തോന്നാം. പിന്നെ ചിലരത് പറയുന്നു, ചിലത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള പ്രേമങ്ങളാണ്. അത് സമൂഹത്തിൽ അത് പറയാൻ പറ്റില്ല, അത് മോശമാണ്, അല്ലേ? അവിടെയും ഇഷ്ടമാണ്, ഇവിടെയും ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടമാണ്, അല്ലേ? അച്ഛനോടും അമ്മയോടും തോന്നുന്നത് സ്നേഹം, ആങ്ങളയ്ക്ക് പെങ്ങളോട് തോന്നുന്ന സ്നേഹം, പെങ്ങൾക്ക് ആങ്ങളയോട് തോന്നുന്ന സ്നേഹം, അല്ലേ? ഭാര്യയ്ക്ക് ഭർത്താവിനോട് തോന്നുന്നത് അതും ഒരു സ്നേഹം, അല്ലേ? അങ്ങനെ രക്ഷിതാക്കൾക്ക് കുട്ടികളോട് തോന്നുന്നത് അതൊരു സ്നേഹം. പിന്നെ വേറെ കുറച്ച് സ്നേഹങ്ങൾ വേറെ ഉണ്ട്. അത് സ്നേഹവും ബഹുമാനവും ചേർന്നത്, പിന്നെ സ്നേഹവും വാത്സല്യവും ചേർന്നത്, അല്ലേ? അധ്യാപകർ, കുട്ടികൾ, അല്ലേ? നമ്മളെക്കാട്ടിൽ മുതിർന്ന ആളുകൾ, കൊച്ചുകുട്ടികൾ, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള സ്നേഹവും അതിൽ കലർന്നിട്ടുള്ള വാത്സല്യവും പിന്നെ ആദരവും എല്ലാം കൂടി ചേർന്നിട്ടാണ്. ഇതിലെല്ലാത്തിലും ഇതിലെല്ലാം ഏതൊക്കെ രീതിയിലുള്ള പേരുകൾ വിളിച്ചു പറഞ്ഞാലും അതിലെല്ലാം ഒരു സ്നേഹം എന്നുള്ള ഒരു ഘടകം തീർച്ചയായിട്ടും കാണും. സ്നേഹത്തിനെ ചുറ്റിപ്പറ്റിയായിരിക്കും ബാക്കിയുള്ളത്, അല്ലേ? അപ്പം അതങ്ങനെ നിൽക്കട്ടെ. ഇന്നലെയും ഇന്നൊക്കെ ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഒരു നേരത്തെ വരും. അപ്പം നേരത്തെ ആണല്ലോ അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം നേരത്തെ ഒതുക്കണമെന്നാണ്. പിന്നെ കുഞ്ഞല്ലേ, അപ്പോൾ അവൾക്ക് വെള്ളവും എന്തെങ്കിലും ബിസ്ക്കറ്റും ഒക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. എന്നാലും നമ്മൾ പെട്ടെന്ന് ഒത്തിരി നേരം അവിടെ നിന്ന് വെച്ച് ചൂട് പൊടിയൊക്കെയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഒക്കെ അവിടെ ഇരുന്ന് കണ്ടിട്ടൊക്കെ ഞങ്ങളിങ്ങ് പോരും. അപ്പോൾ ഇന്നേതായാലും ഞങ്ങൾ പോയിട്ട് ചെറുതായിട്ട് മഴ ഇങ്ങനെ തുള്ളി വെച്ചപ്പോഴേ ഞാൻ പറഞ്ഞു നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങ് പോന്നു. ഞങ്ങളിങ്ങ് വന്ന് ഗേറ്റ് തുറക്കേണ്ട താമസം നല്ല രീതിയിൽ മഴ വരാൻ തുടങ്ങി. അതുവരെ ചെറുതായിട്ടൊന്ന് ചാറി നിന്നതേ ഉള്ളൂ, അതായത് തുള്ളിയായിട്ട്. ഞങ്ങൾ വന്ന് ഗേറ്റ് തുറന്നപ്പോഴത്തേക്കും മഴയുടെ ആ കാഠിന്യം കൂടി വരാൻ തുടങ്ങി. പിന്നെ മണിക്കൂറുകളോളം ആ മഴയായിരുന്നു. ഏതായാലും ഭാഗ്യത്തിന് ഇന്ന് എത്തിയല്ലോ എന്നുള്ളൊരു സന്തോഷം, സമാധാനം. അവിടെ അമ്പലത്തിലായിപ്പോയവർ അങ്ങനെ നിൽക്കുന്നു. പിന്നെ ഇപ്പോൾ എല്ലാവരും ഓരോരുടെ വീടുകളിൽ പോയി, സമയം എത്രയായില്ലേ. പിന്നെ അപ്പോൾ ഇന്നലെ ഇന്നൊക്കെ ഞാൻ കണ്ടെന്ന് വെച്ചാൽ കുറേ നല്ല മുടിയുള്ള കുട്ടികൾ താലം എടുത്തിട്ടുണ്ട്. അപ്പോൾ പൊതുവേ പറയും മുടി അഴിച്ചിട്ട് കൊണ്ട് അമ്പലത്തിൽ കയറരുത് എന്നുള്ളത്. അപ്പോൾ അവർ ചെറുതായിട്ട് മുകളിൽ ഇങ്ങനെ പിന്നൽ പോലെ എടുത്തിട്ട് വരുന്നു, ബാക്കി ഫുള്ളിങ്ങനെ അഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയൊരു കാര്യമുണ്ട്. കുറേ ആൺകുട്ടികൾ അല്ലെങ്കിൽ ആണുങ്ങൾ ഓരോ പെൺപിള്ളേർ മുടിയിൽ ഭയങ്കരമായിട്ടും ആകൃഷ്ടരാകുന്നവരാണ്. എനിക്ക് മുടിയുള്ള പെണ്ണിനെ മതി, മുടിയില്ലാത്ത പെൺപിള്ളേരെ എനിക്കിഷ്ടമല്ല, ഇങ്ങനെ പറയുന്ന ആൺപിള്ളേരുണ്ട്. മുടി കണ്ട് ഇഷ്ടപ്പെടുക. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, നമ്മളിപ്പോഴും അവരുടെ മുടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതി അങ്ങനെ വിവാഹം കഴിച്ചു. നാളെ എന്തെങ്കിലും ഒരു കാരണവശാൽ മുടി കൊഴിയും, ഉറപ്പ് കാര്യമാണ്. ചിലരുടെ മാത്രമേ ഉള്ളൂ ചാന്നണം വരെയും നല്ല മുടിയായിരിക്കും. എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ നല്ല മുടിയാണ്, മരിക്കുന്നിടം വരെയും ആ മുടി അങ്ങനെ നിലനിന്നു എന്നുള്ളതാണ്. നല്ല മുടിയായിരുന്നു. അപ്പം അങ്ങനെ ഞാനപ്പോൾ അങ്ങനെ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഈ മുടി കണ്ടിട്ട് മുടിയെ മാത്രം ഇഷ്ടപ്പെട്ടിട്ട് വിവാഹം കഴിച്ചിട്ട് നാളെ മുടി എല്ലാം ഊരിപ്പോകുന്നു അല്ലെങ്കിൽ മോശമായിപ്പോയി എന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹം കുറയുമോ? സത്യത്തിൽ അവളെയാണ് സ്നേഹിച്ചത്, അവളുടെ മുടിയെ മാത്രമാണ് സ്നേഹിച്ചത്. മുടി കണ്ട് സ്നേഹം ഉണ്ടായി വിവാഹം കഴിച്ചിട്ട് മുടി അങ്ങ് നഷ്ടപ്പെട്ടാൽ ആ വിവാഹ ബന്ധത്തിൽ എന്തായിരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുക? അതിനെക്കുറിച്ച് ഞാനൊന്ന് ചിന്തിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യമുണ്ട്. ആരും ഈ പുറമേയുള്ള സൗന്ദര്യം കണ്ടിട്ട് ആരെയും അങ്ങനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കേണ്ട കാര്യമില്ല. നമുക്കൊരാളെ ഒരാളെ കണ്ടു, നമ്മുടെ സങ്കല്പത്തിൽ എന്തൊക്കെയോ
ഒരു പ്രാധാന്യം തോന്നുന്ന ഒരു വ്യക്തിയാണ് എന്ന് കരുതി ഓക്കെ, നമ്മൾ ഒരാളെ കണ്ടു, ഇഷ്ടപ്പെട്ടു. അല്ലാതെ മുടി മാത്രം കണ്ടിട്ട് അത് മാത്രം ആശ്രയിച്ചിട്ടൊരു വിവാഹമോ അല്ലെങ്കിൽ വെളുപ്പ് മാത്രം കണ്ടിട്ടോ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് എന്തായി മാറും. അങ്ങനെ വിവാഹം കഴിച്ചിട്ടുള്ളവരെ എനിക്കറിയാം, മുടി എന്നുള്ള ഒറ്റ കാര്യത്തിൽ വിവാഹം കഴിച്ചിട്ടുള്ളവർ. പിന്നെ വിവാഹം കഴിയുമ്പോഴത്തേക്കും പരസ്പരം അറിയാൻ തുടങ്ങുമ്പോഴെന്താണ്, മുടിയൊന്നും ഒരു പ്രശ്നമല്ല ജീവിതത്തിൽ, അവൾ നല്ലവളാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു കുഴപ്പവും കാണില്ല. എങ്കിലും എൻ്റെ ഒരു തോന്നൽ അങ്ങനെ വന്നതാണ്. ആ കുട്ടികളൊക്കെ അങ്ങനെ മുടി കഴിച്ചിട്ടപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ള മുടി ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതിനെ വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നഷ്ടപ്പെടും. കാരണം ഈ പറയുന്ന എനിക്കും അത്രയും താഴെ വരെ മുടിയൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല മുടിയുള്ള ഒരാളായിരുന്നു. ഡിഗ്രി വരെയൊക്കെ നല്ല മുടിയായിരുന്നു. അപ്പം അന്നൊക്കെ എന്നെ മുടിയൊക്കെ കണ്ടിട്ട് നല്ല മുടിയാണെന്ന് കമൻറ്റ് ചെയ്യുന്നവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ മുടിയൊക്കെ പ്രായം ചെല്ലുന്തോറും മുടികൾക്കൊക്കെ മോശം അവസ്ഥ വന്ന് കുറേയൊക്കെ കൊഴിഞ്ഞു പോകും. പിന്നെ നമുക്ക് കുറച്ചൊക്കെ വെട്ടിക്കളയാൻ തോന്നും. അത് സ്വാഭാവികമാണ്. നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് വ്യത്യാസം വരുന്നു, കാലാവസ്ഥ മാറുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോവും. ഇപ്പം മുടിയില്ലാത്തവരാണ് കൂടുതലെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ആ പ്രശ്നം ഉണ്ടാകുന്നത് കൂടുതലും ആണുങ്ങൾക്കാണ് എന്ന് തോന്നുന്നു. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ഈ മുടി പോകുമ്പോൾ ഉണ്ടാകുന്ന ടെൻഷൻ അനുഭവിക്കുന്നവർ. അപ്പം മിക്കവാറും ഇപ്പം പുതിയ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുടിയൊക്കെ വെച്ച് പിടിപ്പിക്കാം, അല്ലെങ്കിൽ വിഗ് വെക്കാം എന്നൊക്കെയുള്ള ഒരുപാട് ഓപ്ഷൻസൊക്കെ ഉണ്ട്. എന്നായാലും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ളൊരു മുടിയാണ് നമ്മളുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അത് നഷ്ടപ്പെടുന്നത് എല്ലാവർക്കും വിഷമം തന്നെ കാര്യമാണ്. പ്രത്യേകിച്ചും വിദേശങ്ങളിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള ആളുകളുടെയൊക്കെ മിക്കവാറും മുടി നന്നായിട്ട് കൊഴിയും. ചിലരുടെ മുടിയുണ്ട് കേട്ടോ, ഏത് കാലാവസ്ഥയിലും ഏത് വെള്ളത്തിലും ഞങ്ങൾ എങ്ങോട്ടും പോവില്ലെന്ന് പറഞ്ഞ് നല്ല കാരിരുമ്പിൻ്റെ കരുത്തുമായിട്ട് അവർ തലയിൽ തന്നെ നിൽക്കും. അവരങ്ങനെയൊന്നും വിട്ടു പോവില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളവരും ഉണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു ഭാഗ്യം കൂടിയാണ്. അങ്ങനെ മുടിയൊന്നും പോകാതെ വലിയ പ്രശ്നമില്ലാതെ നിലനിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഒന്നിനെയും കണ്ട് നമ്മൾ അധികമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് എനിക്കങ്ങനെ തോന്നി. അതുകൊണ്ട് അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മുടിയില്ലാത്തവരൊന്നും വിഷമിക്കണ്ട. മുടി എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. പിന്നെ ചിലർ പറയും എനിക്ക് വെളുപ്പില്ല, ഞാൻ കറുത്താണ്. കറുപ്പിലും വെളുപ്പിലും ഒന്നും ഒരു കാര്യമില്ല. മനസ്സെങ്ങനെയുണ്ട് അതാണ് നല്ലത്. പിന്നെ നെറ്റി കൊള്ളാം, പുരുകം കൊള്ളാം, കണ്ണ് കൊള്ളാം, മൂക്ക് കൊള്ളാം, ചെവി കൊള്ളാം, ചുണ്ട് കൊള്ളാം, പല്ല് കൊള്ളാം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറയും. പക്ഷേ പ്രായമാകും തോറും എന്ത് ചെയ്യും, ഇതിൻ്റെയൊക്കെ രൂപഭംഗിയിൽ വ്യത്യാസം വരും. ലാസ്റ്റ് എന്ത് ചെയ്യും, ഈ പല്ല് പോലും നമുക്ക് മിക്കവാറും കാണുമോ, അതും വെപ്പ് പല്ലല്ലേ അല്ലേ. പിന്നെ പല്ലിനെ നമ്മൾ ശ്രദ്ധിക്കണം. പല്ലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു പ്രാവശ്യം ഒരു പല്ലിനൊരു വേദന വന്നു. അപ്പോൾ ഒരു ചെറിയ പോടുണ്ട്. അപ്പോൾ ഞാൻ വായിച്ചുള്ള അറിവിൽ നിന്ന് മനസ്സിലാക്കിയത്, ഒരു പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ളവരെല്ലാവരെയും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ എടുത്ത് മാറ്റുക. വേറെ വേണമെങ്കിൽ വയ്ക്കാം, അല്ലെങ്കിൽ അങ്ങനെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ഒരു പല്ല് ഇടയ്ക്കൊന്ന് പോയെന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്നൊന്നും സംഭവിക്കില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് കിട്ടിയ ഒരു കാര്യമാണ് 2 times പല്ല് തേക്കുക എന്നുള്ളത്. അത് ഞാൻ ഇന്നും കറക്റ്റായിട്ട് പാലിച്ചു പോകുന്ന ഒരു കാര്യമാണ്. 2 നേരം നന്നായി ബ്രഷ് ചെയ്യണം. മണിക്കൂറുകളെടുത്തൊന്നും ചെയ്യണമെന്നില്ല. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെയാണെന്നറിയാമോ, എത്ര നേരം എടുക്കും ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോ പല്ലിങ്ങനെ എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് തിരിച്ചത് ഫിറ്റ് ചെയ്യുകയാണെന്ന് ചോദിക്കും. അത്ര സമയം എടുക്കും. പക്ഷേ രാവിലെ ഒറ്റ നേരമേ പല്ല് തേക്കുള്ളൂ. പക്ഷെ അത് നല്ല രീതിയിൽ സമയമെടുത്ത് പല്ല് തേക്കും. പക്ഷെ അധിക നേരം എടുക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനെന്തായാലും ഈ 2 നേരം എന്നുള്ളത് ഉറപ്പാക്കി. കാരണം ആ ഒരു പേടി, ഒരു പല്ല് പോയപ്പോഴേ എനിക്ക് പേടിയായി തുടങ്ങി, ബാക്കിയുള്ള പല്ലുകൾക്ക് പ്രശ്നമാകുമെന്ന്. അപ്പം എനിക്കറിയാവുന്ന ഒരു ഡോക്ടറായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചു ബാക്കിയുള്ള പല്ലൊക്കെ എങ്ങനെയാണ് ഡോക്ടർ. അപ്പോൾ എൻ്റെ ഡോക്ടർ പറഞ്ഞു, തൻ്റെ 10 പല്ല് കംപ്ലൈൻറ്റാണ്. ഞാൻ പറഞ്ഞു 10 പല്ല?
അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോൾ അങ്ങ് എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടിൽ വരെ എങ്ങനെ എത്തി എന്ന് എനിക്കറിയില്ല. വീട്ടിൽ വന്നിട്ട് ഞാൻ ഭയങ്കര കരച്ചിൽ. അമ്മ ചോദിച്ചു എന്താ. ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ 10 പല്ല് കൊള്ളത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞേ ഈ ഇത്രയും ചെറിയ പ്രായത്തിൽ നിൻ്റെ 10 പല്ല് പോയോ? ഞാൻ പറഞ്ഞമ്മേ എന്താണെന്ന് അടുത്തുള്ള ഡോക്ടർ പറഞ്ഞു എൻ്റെ 10 പല്ല് കേടാണ്, ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും വിഷമമായിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നീട് പല്ലെടുത്ത് കഴിഞ്ഞ് പിന്നെയും എന്തിനോ കാര്യത്തിന് പോയപ്പോഴത്തേക്കും ഞാൻ ഡോക്ടർ ഇപ്പോൾ എൻ്റെ പല്ലൊക്കെ എങ്ങനെ, അപ്പോൾ അന്ന് ഡോക്ടർ 6 പല്ലെങ്ങാണ്ടേ പറഞ്ഞുള്ളൂ. അപ്പം ഞാൻ തീരെ 4 പല്ല് എൻ്റെ ഉള്ളിൽ ശരിയായോ? അപ്പോൾ എനിക്ക് മനസ്സിലായി ഡോക്ടറിന് എന്തായാലും ചിലപ്പം തെറ്റുപറ്റിയതായിരിക്കും എന്ന് കരുതിയാണ് ഞാൻ ഇന്നും വിശ്വസിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങനെ പല്ല് നമ്മൾ സ്വാഭാവികമാണ്, നമ്മൾ എത്രയെന്ന് ഇപ്പം നമുക്ക് എല്ലാ ദിവസവും 2 നേരം പല്ല് തേക്കാൻ മാക്സിമം നമ്മൾ ശ്രമിക്കും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴികയോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ നമ്മളൊരു ദിവസത്തേക്ക് നമ്മളൊന്ന് മാറിപ്പോകുന്നു, പോകുന്നിടത്തൊന്നും നമുക്ക് പല്ല് തേക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ മാക്സിമം ഞാനതും നമ്മൾ വിഷം കൊണ്ടാണല്ലോ പോകുന്നത്, അപ്പോഴും ഞാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ നമുക്കത് പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നന്നായിട്ട് വിരലുപയോഗിച്ച് നന്നായിട്ട് പല്ല് തേക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്കിലും കേട് വരാനുള്ളത് എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വരും. അതുകൊണ്ട് ഈ ചായയൊക്കെ മധുരം ഇട്ട് കുടിക്കുന്നവർ തീർച്ചയായിട്ടും ചായ കുടിച്ച് കഴിഞ്ഞിട്ട് വാ കഴുകുന്നത് നല്ലതായിരിക്കും. ഞാൻ ഇതൊക്കെ പാലിക്കുന്ന ഒരാളാണ്, ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. കാരണം ചായയിലെ ആ മധുരം നമ്മുടെ വായിലൊക്കെ. ബിസ്ക്കറ്റ് കഴിക്കുന്നവർ ബിസ്ക്കറ്റ് ഒരിക്കലും ചവച്ച് കഴിക്കല്, അതായത് പല്ലേ കൊള്ളിക്കല്. ഇതൊക്കെ എൻ്റെ ഒരു ടിപ്സാണ്. ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ ഞാൻ മധുരമുള്ള അങ്ങനല്ല, കുഞ്ഞിന് മേടിക്കുന്ന ആരോ റൂട്ടിൻ്റെയൊക്കെ ബിസ്ക്കറ്റില്ലേ, അതും നമ്മൾക്ക് ഞാൻ വല്ലപ്പോഴും കാണാൻ ചിലപ്പോൾ 1 അല്ലെങ്കിൽ പകുതിയൊക്കെ വെച്ചേ കൊടുക്കുള്ളൂ. കാണിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കും. കാരണം അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കഴിക്കാമെന്ന് ഡോക്ടേഴ്സ് പ്രത്യേകം പറയും. അപ്പം ഞാനിതൊക്കെ ബിസ്ക്കറ്റ് കഴിക്കുകയാണെങ്കിൽ ഒരു കടിയെടുത്തു അങ്ങനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മുടെ വായിലുള്ള ഉമിനീര് തൊട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ഇതങ്ങ് അലുക്കും ഇല്ലേ, അങ്ങനെ എന്നിട്ട് നമ്മളങ്ങ് വിഴുങ്ങുക. അതാണ് എൻ്റെ ബിസ്ക്കറ്റ് കഴിക്കുന്ന രീതി. കാരണം നമ്മൾ അല്ലാതെ ഒടിച്ച് ചവച്ച് കഴിക്കണമെങ്കിൽ പല്ലിലെല്ലാം ഒട്ടിയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ബ്രഷ് ചെയ്താലേ അതിൽ നിന്ന് പല്ലിൽ നിന്ന് പോവുകയുള്ളൂ. അത് അപ്പോൾ തന്നെ ചെയ്യുകയാണ് നല്ലത്. അല്ലാതെ പിന്നത്തെ രാത്രിയിലത്തേക്കോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ ആ പല്ലിൽ അതങ്ങനെ ഇരിക്കും. അത് നമുക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷനും കൂടാണ്. അതുകൊണ്ട് ഞാൻ ബിസ്ക്കറ്റ് തിന്നുമ്പോൾ ഇങ്ങനെയാണ് തിന്നുക, വായിലിട്ട് അലിപ്പിച്ച് തിന്നുക. അല്ല മിഠായിയൊക്കെ കഴിക്കുന്ന പോലെ പല്ലിലെങ്ങും ഒട്ടാതെ നോക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് പല്ലിനെ കുറേയൊക്കെ സംരക്ഷിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. അത് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ കൂടെ ശ്രമിച്ച് അറിഞ്ഞു നോക്കും. ഓക്കെ.